തിരുവനന്തപുരം പാറ്റൂരിൽ വീട്ടമ്മയെ ആക്രമിച്ച സംഭവത്തിലെ പ്രതിയെ ഒരാഴ്ച പിന്നിട്ടിട്ടും പിടികൂടാനാകാതെ പോലീസ്. അക്രമിയെക്കുറിച്ച് വിവരം ലഭിച്ചതായാണ് പോലീസ് നൽകുന്ന സൂചന. അതേസമയം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആക്രമണത്തിനിരയായ വീട്ടമ്മയെ വസതിയിൽ സന്ദർശിച്ച് പിന്തുണ അറിയിച്ചു. മൂലവിളാകത്ത് വീട്ടമ്മയെ ആക്രമിച്ചയാൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിന്റെ വിശദാംശങ്ങൾ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്തതായാണ് പോലീസിന്റെ വിശദീകരണം. പ്രതിയെ ഉടൻ പിടികൂടാനാകുമെന്നാണ് കരുതുന്നതെന്നും പേട്ട പോലീസ് അറിയിച്ചു. അതേസമയം കഴിഞ്ഞ 13-ന് അർദ്ധരാത്രി ഉണ്ടായ അക്രമ സംഭവത്തിലെ പ്രതിയെ ഒരാഴ്ച പിന്നിട്ടിട്ടും പിടികൂടാൻ ആവാത്തതാണ് പോലീസിനെതിരായ വിമർശനങ്ങളുടെ ആക്കം കൂട്ടുന്നത്. നിയമസഭയിലടക്കം പ്രതിപക്ഷം വിഷയം ഏറ്റെടുത്തതോടെ പോലീസിനെതിരായ വിമർശനം കടുത്തു. മുഖ്യമന്ത്രിയുടെ മൂക്കും തുമ്പത്ത് നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് പോലീസിനും ആഭ്യന്തര വകുപ്പിനും മൗനമാണെന്ന് പ്രതിപക്ഷ നേതാവ്. പോലീസ് എന്ന് പറയുന്ന കേരളത്തിലെ പോലീസ് സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസാണെന്ന് നമ്മൾ അഭിമാനിച്ചിരുന്ന ഒരു കാലത്ത്. അതിപ്പോൾ പോയി ഇത്രയും ദുർബലമായ, ഇത്രയും നിർവീര്യമായ ഒരു പോലീസായി മാറിയിരിക്കുന്നു. ഒരു സ്ത്രീ വിളിച്ചൊരു പോലീസ് സ്റ്റേഷനിൽ അർദ്ധരാത്രി വിളിച്ച് പരാതി പറഞ്ഞിട്ട് അവരോട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറയുന്ന പോലീസ് ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ ഞാൻ അങ്ങേ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു എന്നാണ് എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയെ ഓർത്ത് ലജ്ജിക്കുന്നു. പരാതി നൽകാൻ വൈകിയതിനാലാണ് അന്വേഷണം തുടങ്ങാൻ താമസിച്ചതെന്ന് ആദ്യം പോലീസിനെ ന്യായീകരിച്ച വനിതാ കമ്മീഷൻ അധ്യക്ഷ ഒടുവിൽ പോലീസ് നടപടിയെ രൂക്ഷമായി വിമർശിച്ചു. ഇതിനു പിന്നാലെയാണ് പ്രതിയെ പിടികൂടാനുള്ള നീക്കം പോലീസ് ഊർജിതമാക്കിയത്. സമീപ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ പ്രതിയെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചതായാണ് സൂചന. ഇയാൾ ഉടൻ പിടിയിലാകുമെന്നാണ് പേട്ട പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 തിരുവനന്തപുരം.